മജിദേ, ഈ കേരളത്തിലെ മുട്ട വില ഒരു വർദ്ധിക്കുന്നതായിട്ടൊക്കെ ഒരു ശ്രുതി കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കൂടോത്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? മുട്ട ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം നമ്മുടെ അല്ല, പക്ഷെ അത് ട്രംപിനാണ്. ട്രംപിന് ആരോ മുട്ടയിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്. കാരണം അതെ, ട്രംപ് അവിടെ ട്രംപ് മുട്ട എല്ലാം കൂടെ കൂടി കുഴഞ്ഞു പോവുക. അവിടെ ട്രംപ് ചാർജ് എടുത്ത സമയത്ത് മുട്ട ഒരു ആഭ്യന്തര പ്രശ്നമായിരുന്നു എന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരം. അപ്പൊ ഈ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കണമല്ലോ, അല്ലെങ്കിൽ മൂപ്പിലാന് ഒരു തരത്തിൽ പറഞ്ഞ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, ഇല്ലെങ്കിൽ പുള്ളിയായിട്ടൊരു വാല് പിടിക്കും, അല്ലെങ്കിൽ പുള്ളീനെ തേടി ഒരു വള്ളി വരും. വള്ളി വരിക എന്നുള്ളതാണ്. അപ്പൊ ഇതിപ്പം വള്ളി അവിടെ ഉണ്ടായതാണ്, ആ വള്ളി പരിഹരിക്കണമല്ലോ. അപ്പൊ ഇതിന്റെ ഇടയിൽ മൂപ്പർക്ക് കിട്ടിയ ഒരു വിവരം അനുസരിച്ച് മുട്ടയാണ് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം. ആദ്യം മുതൽ ഉണ്ടായത് മുട്ട കിട്ടാനില്ല. അമേരിക്കയിൽ മുട്ട കിട്ടാനില്ല എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നമായി. നമുക്കാണെങ്കിലും ഒരു ദിവസം പ്രത്യേകിച്ച് കറിയൊന്നുമില്ല, എന്തോ ചെയ്യും, ഒരു ഓംലെറ്റ് അടിക്കും. എന്തിന്റെ കൂടെ ഓംലെറ്റ് പോകും എന്നുള്ളതാണ്. അതിലങ്ങ് നമ്മളങ്ങ് പോകും. ഇല്ലെങ്കിൽ ഇനി ഒന്നും ഇല്ലെങ്കിൽ ഒരു ബുൾസൈ, നമ്മുടെ ശാലിനി നിറത്തി പറയുന്നില്ല, കാളക്കണ്ണൻ. ആ കാളക്കണ്ണനെങ്കിൽ കാളക്കണ്ണൻ. ഇവര് അമേരിക്കൻസ് ഒക്കെ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് അത് വലിയ ഈസി പണിയുമാണ്. അല്ല, അവരുടെ നമ്മൾ ഉണ്ടാക്കണ പോലത്തെ ഫുഡ് അല്ലല്ലോ അവിടെ. അപ്പൊ അവർക്ക് ഇതൊക്കെ വേണം, അനിവാര്യമാണ്. അപ്പൊ മുട്ട കിട്ടാനില്ലാതായതോടെ വലിയ പ്രശ്നമായി. അപ്പൊ മുട്ട കിട്ടാൻ എന്ത് ചെയ്യും, അത് ആലോചിച്ച് നോക്കിയപ്പോൾ മുട്ടയ്ക്ക് മുന്നിൽ US സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കുകുത്തി വീണു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടി ഒരു ഏർപ്പാടുണ്ടാക്കിയത് നമ്മുടെ നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് മുട്ട കയറ്റുമതി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലേക്കാണെങ്കിലും മുട്ട കയറ്റുമതി കൂടുതൽ വരുന്നത്, മുട്ട ഇങ്ങോട്ടേക്ക് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഈ തമിഴ്നാട്ടിലുള്ള മുട്ട മുഴുവൻ ട്രംപ് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. ട്രംപിന് അങ്ങോട്ടേക്ക് വേണം. അപ്പം നമുക്ക് ഇവിടെ ഇപ്പം മുട്ട കിട്ടാനില്ല. മിക്കവാറും മുട്ട വില കുത്തനെ കുതിച്ചു വരും. മീറ്റിന് വില കൂടും, ചിക്കന് വില കൂടും, ബീഫിന് പണ്ടേ വിലയാണ്. ഇതെല്ലാമാണ്, പച്ചക്കറിക്കും വിലയാണ്. മുട്ട കൂട്ടി കഴിക്കാന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ട്രംപ് അതിനും വഴി മുട്ടിച്ചു എന്നുള്ളതാണ്. ഒരു നേരത്തെ അന്നം തീറ്റിക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ട്രംപ് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. അപ്പം ഈ മുട്ട തമിഴ്നാട്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കിവിടെ മുട്ട ക്ഷാമം ഉണ്ടാകുന്നു എന്നാണ്. അതുകൊണ്ട് മുട്ട വില അതെ, എന്തെങ്കിലും കിട്ടണ്ടേ. അപ്പൊ തമിഴ്നാട്ടിലെ നാമക്കല്ല് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ കേട്ടാ, അവിടെ നിന്നാണ് US മുട്ട കയറ്റുമതി ചെയ്യുന്നത്. അപ്പൊ കപ്പൽ മാർഗം 21 കണ്ടെയ്നറുകളിലായിട്ടാണ് അമേരിക്കയിലേക്ക് മുട്ട കയറ്റുമതി. ഒന്ന് ആലോചിച്ച് നോക്കണം, ആ നാട്ടില് അത്രയ്ക്ക് ക്ഷാമം എന്ന് പറയുന്നത്. അപ്പൊ ഓരോ കണ്ടെയ്നറിലും 4.75 ലക്ഷം മുട്ടകളാണ്. പൊട്ടാതെ ഈ മുട്ടയൊക്കെ എത്തിയാൽ മതിയായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തൂത്തുക്കടിയിലെ VOC തുറമുഖം വഴിയാണ് ഈ മുട്ട കയറ്റുമതി അത്രയും നടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ നാമക്കല്ലിൽ നിന്നാണ് കേട്ടോ ഗൾഫ് മേഖലയിലേക്കും ഒക്കെ മുട്ട കയറ്റുമതി ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ കർഷകരൊക്കെ കുറവാണ്. ഈ പൗൾട്രി ഫാം ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമായിട്ട് നമ്മുടെ കിട്ടാൻ സാധ്യത അല്ല. ഒരു ചില കാര്യങ്ങള് നമുക്ക് മറ്റുള്ള ഭാഗങ്ങളിൽ കൂടി ഇറക്കുമതി ചെയ്താലേ നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് പോകാൻ പറ്റും. അതെ, നമുക്ക് അങ്ങനെയാണ്, കേരളത്തിന് അങ്ങനെയാണ്. കേരളം എന്താ പറയാ, ഈ വിയർപ്പിന്റെ അസുഖം കൂടുതലായി കേരളത്തിലുള്ളവർക്ക്. അതുകൊണ്ടാണ് ഈ ബംഗ്ലാദേശികളും പോലും നമ്മുടെ നാട്ടിൽ വന്ന്, ബംഗാളികളും ഒക്കെ വന്നിട്ട് ഇവിടെ നിന്ന് പണമായിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ നമ്മളിവിടെ കാലൊക്കെ നീട്ടി ഇരിക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇല്ല മടിയാണ്. ബേസിക്കലി വിയർപ്പിന്റെ അസുഖമാണ്, അതാണ് പ്രശ്നം. അപ്പൊ ആ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ മുട്ടയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കേരളീയന്റെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മൾ തമിഴ്നാട്ടിൽ അണ്ണാച്ചി എന്ന് വിളിക്കും. അണ്ണന്മാർക്ക് വിവരമില്ല, അണ്ണന്മാര് പലതും ചെയ്യും എന്ന് പറഞ്ഞാൽ അവരെ കളിയാക്കുകയും ചെയ്യും. അവര് മണ്ണിൽ പണിയെടുത്ത് അവർ ഇതിന്റെ പുറകെ നടന്ന് ഇതൊക്കെ ഉണ്ടാക്കി അവർ ഇങ്ങോട്ടേക്ക് തരും. കുറച്ച് വിഷമൊക്കെ പച്ചക്കറിയിൽ അടിക്കും. പിന്നെ അവർക്ക് ഉണ്ടാക്കണേൽ അവരടിക്കൂല. അതെ, അവർക്ക് ഉണ്ടാക്കണേൽ അവരടിക്കൂല, നമുക്ക് തരണേൽ അടിക്കും. നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി തിന്നോടാ എന്നാണ് ആ പറയുന്നത്. എന്നാലും നാണം കേട്ട് നമ്മൾ പോയി വാങ്ങും എന്നുള്ളതാണ്. അപ്പൊ ആ കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ എന്തായാലും UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ തുടങ്ങിയ മിഡിൽ ഈസ്റ്റിലെ നിരവധി രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഇന്ത്യയിൽ നിന്ന്
പ്രതിമാസം ഏകദേശം 200 ദശലക്ഷം മുട്ടകൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം, മുട്ടയുടെ ഒരു ഡിമാൻഡേ എന്ത് ഡിമാൻഡാണെന്ന് ആലോചിച്ചു. അവരങ്ങനെയൊക്കെയാണല്ലോ കഴിക്കുക, എല്ലാത്തിന്റെ ഇടയിലെ മുട്ടയൊക്കെ വെച്ചിട്ട് പലതരം റെസിപ്പീസ് അവർക്കുണ്ട്. നമുക്കതൊന്നും അങ്ങനെ പോവില്ല. എളുപ്പമാണ്, അതുണ്ടാക്കുന്ന അവരോട് ചോദിച്ചാൽ അറിയാം അത് അതിന്റെ കൃത്യം പാകത്തിൽ കിട്ടാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ പിന്നെ താരതമ്യേന വലിയ വിപണിയായിട്ടുള്ള US-ലേക്ക് പ്രവേശിക്കാൻ സാധിച്ചത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ആശ്വാസമൊക്കെയാണ്, പക്ഷെ നമ്മുടെ വയറ്റത്തടിയാണ്. ബ്രസീൽ, തുർക്കി, കാനഡ, ചൈന, ബെൽജിയം, UK തുടങ്ങിയ പ്രധാന മുട്ട കയറ്റുമതി രാജ്യങ്ങളിൽ വ്യാപകമായിട്ട് പടർന്നു പിടിച്ച പക്ഷിപ്പനി കാരണമാണ് നമുക്കിപ്പോൾ അവിടെ കയറി കൂടാനായിട്ട് ഒരു അവസരം കിട്ടിയത് എന്നാണോ. അപ്പൊ പക്ഷിപ്പനി അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായില്ല. അതാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയണല്ലോ. ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. അതെ, അവിടെയും പക്ഷിപ്പനിയാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലെ കോഴിക്കും താറാവിനും മാത്രമേ ഉള്ള അളിയ ഈ പക്ഷിപ്പനി എന്നുള്ളത്. പക്ഷെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, പക്ഷിപ്പനി വരുന്ന സമയത്താണ് നമ്മുടെ നാട്ടിലെ ആളുകൾ താറാവും ചിക്കനും ഒക്കെ കൂടുതൽ തിന്നുന്നത്. അങ്ങനെ നമ്മളെ തോപ്പിക്കാൻ പറ്റൂല മച്ചാനെ എന്ന് നമ്മൾ പറയും. ആ സമയത്ത് വില കുറച്ച് കിട്ടുകയും ചെയ്യും. അതെ, അതുകൊണ്ടാണ്. അപ്പൊ പേടിയില്ല. സാധാരണ പക്ഷിപ്പനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും കഴിക്കില്ല. പക്ഷെ പക്ഷിപ്പനി പറഞ്ഞ സമയത്ത് ചിക്കൻ മാത്രമേ കേരളത്തിലെ പകുതി വീട്ടിലും ഉണ്ടാവുള്ളൂ. ഉച്ചയ്ക്കും രാത്രി അവർക്കാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. അതൊരു വെച്ച് കഴിഞ്ഞാൽ അതുങ്ങൾക്ക് തട്ടിമുട്ടി അങ്ങ് പോകാനും പറ്റും. അപ്പൊ താറാവിന്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ പക്ഷിപ്പനി എന്ന് പറയുന്നത് ചില സീസണുകളിൽ വരുന്ന പക്ഷിപ്പനിയാണ്. അത് പരിശോധിക്കേണ്ട കാര്യമാണ്. എന്തായാലും ട്രംപിനെ അലട്ടിയ ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമം, അതിനൊരു പരിഹാരമാണ് നമ്മുടെ നാട് കൊടുത്തിരിക്കുന്നത്. നമുക്കതിൽ അഭിമാനിക്കാം. അതെ, പുള്ളിയുടെ കസേരയെ താങ്ങി നിർത്താൻ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു സഹായം ഉണ്ടായി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇല്ലേ? അങ്ങനെ പറയാൻ പാടില്ല. നമുക്ക് കാശ് കിട്ടും. നമ്മളെന്തിനു കാശ് വാങ്ങാൻ? ബ്രസീൽ ഉൾപ്പെടെയുള്ള കുറെ രാജ്യങ്ങളിലെ പനി വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് കാശ് കിട്ടും. അതെ, പക്ഷിപ്പനി വന്നുകൊണ്ട് നമുക്ക് കാശ് കിട്ടും. അല്ല, നമ്മുടെ നാട്ടിലെ വിഭവങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് നമുക്ക് നല്ലതാണ്. നമ്മൾക്ക് അത്രയും വരുമാനം കൂടുതൽ കിട്ടുന്ന കാര്യമാണ്. നമ്മുടെ GDP ഇതെല്ലാം ചെറിയ കാര്യമായിരിക്കും, നമ്മൾ നോക്കുമ്പോൾ മൈന്യൂട്ടായിരിക്കും. പക്ഷെ ആ മൈന്യൂട്ടായിട്ടുള്ള കാര്യം അതെ, ഇത് വരുമ്പോ ഇതും നമ്മുടെ GDP-യെ ബാധിക്കുന്ന കാര്യമാണല്ലോ. നമുക്ക് എല്ലാ തരത്തിലും ഏതെങ്കിലും ഒരു കാര്യം, ചെറിയൊരു വ്യവസായത്തിൽ പോലും കയറ്റുമതിയിലാണെങ്കിലും ഒക്കെ നമ്മുടെ നാട്ടിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിപണിയിൽ പോലും എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ അത് നമ്മുടെ നട്ടലൊടിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു വിപണി കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു പുതിയ വാർത്തയും കൂടിയാണ്. ട്രംപ് കയറുമ്പോഴുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇതെന്നാണ് പറയുന്നത്. കേൾക്കുമ്പോൾ നിസ്സാരമാണ്. നമ്മൾ കേൾക്കുമ്പോൾ തോന്നും ഈ മുട്ട കിട്ടിയില്ല, ഇതാണ് ഇവന്മാർക്ക് ഇപ്പൊ ഒരു വിഷമം എന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല, അതൊരു വിഷമമാണ്, അതൊരു ആഭ്യന്തര പ്രശ്നമായിരുന്നു എന്ന് പറയുന്നിടത്താണ് അതിന്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വിഭവം നമുക്കായാലും നമ്മൾ സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു വിഭവം കിട്ടാതെ ആവുക, അത് മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ അവർക്ക് നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ നമുക്ക് സവാള ഉള്ളിയൊക്കെ കിട്ടാതാകുന്ന പോലെ അത് ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞ സമയത്ത് നിർമ്മലാ സീതാരാമനെ എല്ലാരും കൂടെ എടുത്തിട്ട് അലക്കിയത് ഓർമ്മയുണ്ടാവും. കാരണം അത് അവിടെ അധികം ഉപയോഗിക്കില്ല, നമ്മുടെ ഇവിടെ എല്ലാ കറികളിലും ഉപയോഗിക്കും. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ട്രംപിന് ആരോ അധികാരത്തിൽ കയറുമ്പോൾ തന്നെ കൊടുത്ത പണിയല്ല, മുട്ടയിലെ കൂടപത്രം മുട്ട തന്നെ ഒരു പ്രശ്നമായിട്ട് വന്നു എന്നുള്ളതാണ് നമുക്കിതിലൂടെ പറയാനുള്ളത്.